എവരിവൺ. ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നല്ല ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പാചകം എന്ന് പറയുന്നത് കുറച്ച് ക്ഷമയോടുകൂടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പലരും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യും. അത്യാവശ്യം കുറച്ച് പൊടിക്കൈകളൊക്കെ അറിയുന്നവർക്ക് പാചകം വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറികൾ കുറുകിയിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്കത് കറികൾ കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കടലക്കറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കടലക്കറി നല്ല കുറുകിയതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കടല വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സറിലൊന്ന് അടിച്ചിട്ട് നമുക്ക് ആ കറിയിലേക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കൊഴുത്ത ഗ്രേവി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ മുട്ടക്കറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട അതിൽ പുഴുങ്ങിയൊരു മുട്ട നന്നായിട്ട് നമ്മൾ പൊടിച്ച് അതിൽ കറിയിലേക്ക് ഇടാമെങ്കിൽ കറി നല്ല കൊഴുത്തിരിക്കുകയും ചെയ്യും. ഇനിയും മാർഗ്ഗമുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കശുവണ്ടി നമുക്ക് അരച്ച് ചേർക്കാം. കപ്പലണ്ടി പൊടിച്ച് വെച്ചിട്ട് കപ്പലണ്ടി പൊടിച്ച് വെച്ച് ചേർക്കാം. അതൊക്കെ ഓരോരോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരോ കറികളിൽ അതൊക്കെ മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല കൊഴുത്ത ഗ്രേവി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പൊട്ടറ്റോ കറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയത് അതിലേക്ക് നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. അങ്ങനെയൊക്കെ നമുക്ക് കറിയിന് നല്ല കൊഴുത്തൊരു ഗ്രേവി ആക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് പാചകം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പാചകം ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിച്ചണിൽ ഉണ്ടായിരിക്കണം അല്ലേ. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൽ കടന്നുകൂടുന്ന പ്രാണികളും ഇതൊക്കെ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ടൈം നമ്മളത് ഒക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. അതുപോലുള്ള പ്രാണികളെയൊക്കെ വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാം. സാധാരണ നമ്മൾ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുന്നത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. എന്നാൽ പഞ്ചസാരയിൽ കുറച്ച് നമ്മൾ ഗ്രാമ്പു ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ നമുക്ക് കറുവപ്പട്ടയുടെ ഇലയോ കറുവപ്പട്ടയോ ഗ്രാമ്പുവോ ഒക്കെ ഇട്ട് വയ്ക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം പ്രാണികളൊന്നും കയറാണ്ടിരിക്കും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള പൊടികൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അതിനകത്തൊക്കെ പെട്ടെന്ന് ഫംഗസൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒരു തുള്ളി ഉപ്പുപൊടി നമ്മൾക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫംഗസ് ആകത്തില്ല. അത് തന്നെയല്ല പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ ആ പൊടികൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഡ്രൈ ആയിരിക്കാൻ സൂക്ഷിക്കുക. നമ്മൾ ഉള്ളിയൊക്കെ അരിയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ കയ്യിലുണ്ടാകും അല്ലേ. അപ്പോൾ ആ സ്മെല്ല് മാറ്റാനായിട്ട് നമുക്ക് ചെറുതായി ഒരു നുള്ളു കോഫി പൗഡർ ഇട്ടൊന്ന് തിരുമ്മിയാൽ ആ മണം പോയി കിട്ടും. പിന്നെ അതുപോലെ മീൻ കഴുകുമ്പോഴും നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ അപ്പോൾ നമ്മൾ സോപ്പിട്ട് കഴിയാലും ഒരു ചെറിയൊരു മണം നിലനിൽക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു തുള്ളി 1-2 ഡ്രോപ്സ് നമുക്ക് ലെമൺ ജ്യൂസ് കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമ്മിയാൽ ആ മണമെല്ലാം പോയി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് കയ്യിലിട്ട് തേച്ച് കഴിയാലും മതി. ചേമ്പൊക്കെ അരിയുമ്പോൾ നമ്മുടെ കൈക്കിൽ ചെറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുക. അഥവാ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടാൻ മറന്നു പോയെന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞതിന് ശേഷം കയ്യിൽ കുറച്ച് വാളം പുളി എടുത്തിട്ട് 2 കൈയും കൂടെ എടുത്ത് തേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ പെട്ടെന്നങ്ങ് മാറിക്കിട്ടും. ചിലപ്പോൾ നമ്മൾ കടല, പയർ, ഇങ്ങനെ പയർ വർഗ്ഗങ്ങൾ, ചെറുപയർ ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിടാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിനകത്തിട്ടൊക്കെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം നമുക്കത് വേവിക്കേണ്ട അവസ്ഥ വരും. നമുക്ക് ഗ്യാസ് വേസ്റ്റ് ആകും. അപ്പോൾ അതിന് പകരം നമ്മൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതിനകത്തിട്ട് ഒഴിച്ച് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് കുതിർത്ത് വെച്ചതിന് തുല്യമായിട്ടത് പെട്ടെന്ന് വീർത്ത് കിട്ടും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ വീട്ടിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര മണമായിരിക്കും അല്ലേ. ഫുൾ എല്ലാ റൂമിലും മണം വരും. അപ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടാണ് മീൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ മീൻ വറുക്കുന്ന മണം പുറത്ത് വരില്ല. ചിലപ്പോൾ നമ്മൾ ചൂട് സമയത്തൊക്കെ തൈര് ഭയങ്കരമായിട്ട് പുളിച്ചു പോകും. ഭയങ്കര പുളിയായിരിക്കും തൈരിന്. അപ്പോൾ അങ്ങനെ തൈര് പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം തേങ്ങ ഇട്ട് വെച്ചാൽ അത് തൈര് അധികം പുളിക്കാതെ നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ നമ്മൾ പലതും നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതിയാവും. അതുപോലെ വഴുതനങ്ങ, പച്ചയ്ക്ക ഇതൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ അതിൻ്റെ കളറും മങ്ങി ഒരു ഡാർക്ക് കളറാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിറം മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതിയാവും. അതല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളിൽ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ നമുക്ക് പുരട്ടി വെച്ചാലും മതിയാവും.
വേനൽക്കാലത്ത് നമ്മൾ ചെറുനാരങ്ങയൊക്കെ വെച്ചാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡ്രൈ ആയിപ്പോയാൽ തന്നെ നമ്മളത് പുറത്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനെ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുകയെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴിയാനും സാധിക്കും. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നത് കാണാം. അത് മാറ്റാനായിട്ട് നമുക്ക് സവാള രണ്ടായിട്ട് മുറിച്ചിട്ട് ആ കത്തിയിൽ ഉരസിയാൽ പെട്ടെന്ന് തുരുമ്പ് പോകും. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ ടിപ്സുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.